കോമഡി കഥാപാത്രങ്ങളും ക്യാരക്ടർ വേഷങ്ങളും ചെയ്തിട്ടുള്ള നടനാണ് ജഗദീഷ്. ജഗദീഷ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കോളേജ് അധ്യാപകനായിരുന്നു. അധ്യാപകനിൽ നിന്നാണ് പിന്നെ സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം സിനിമയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. കാര്യം എനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് എന്നെയും വേണം. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എഴുതാനുള്ള വാർത്ത, നടന്മാരുടെ ഫോട്ടോ വായനക്കാരന് കൊടുക്കാൻ വേണ്ടിയാണ്. അവരെ സംബന്ധിച്ച് അവരഭിനയിക്കുന്ന സിനിമയിലുള്ള ഫോട്ടോകൾ, അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന വാർത്തകൾ, ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്കും ആവശ്യമാണ്. അങ്ങനെ ജഗദീഷും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾ ഈ സുരേഷ് കുമാറുമായിട്ട്, നിർമ്മാതാവ് സുരേഷ് കുമാറുമായിട്ടുള്ള ഒരു ബന്ധം വഴി ഇങ്ങനെ കാരണക്കാരുടെ ആ ഒരു ഗ്യാങ്ങിലൊക്കെ ഉള്ള പ്രിയൻ, മോഹൻലാൽ, അങ്ങനെ ഒരു ഗ്യാങ്ങാണ്. ആ ഒരു ഗ്യാങ്ങിൽ കൂടെയാണ് ഞാൻ ജഗദീഷിനെ ശരിക്കും പരിചയപ്പെടുകയും അക്കാലത്ത് എനിക്ക് ജഗദീഷിൻ്റെ അഭിനയത്തിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാര്യം ഈ ഒരുതരം നിഷ്കളങ്കനായ കഥാപാത്രം, അല്ലെങ്കിൽ മണ്ടൻ കഥാപാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളന്ന് മലയാള സിനിമയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അന്ന് ജഗദീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കോമഡിയുടെ വേറൊരു പഞ്ചിലേക്കാണ്. അദ്ദേഹം കോമഡിയിലാണ്. ഇതങ്ങനെയല്ല, മണ്ടൻ കഥാപാത്രങ്ങൾ. അങ്ങനെ എനിക്ക് ജഗദീഷിന് ആ കാര്യത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജഗദീഷിൻ്റെ അഭിനയമൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു ബന്ധം വളരെ ഡീപ്പായി പിന്നെ വരികയും പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സെറ്റിലൊക്കെ ഞാൻ പോവുകയും മോഹൻലാലിൻ്റെ പിന്നെ അപരൻ മോഹൻലാലിൻ്റെ ഒരു അപരനെ വെച്ചൊരു സിനിമ എടുത്ത അതിലും സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെയുള്ള സിനിമകളിലൊക്കെ സെറ്റിലൊക്കെ ഇവിടെ നമ്മൾ ചിത്രാഞ്ജലിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പോവുകയും ചിത്രാഞ്ജലിയിൽ അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നല്ല ഷൂട്ടിങ്ങുള്ള കാലഘട്ടമാണ്. അന്ന് ജഗദീഷിൻ്റെ നല്ല സമയം. അപ്പോൾ നമ്മളോട് സഹകരിക്കുകയും നമ്മളങ്ങോട്ട് സഹകരിക്കുന്നതിലൊക്കെ നല്ല ആത്മാർത്ഥം കാണിച്ചിട്ടുള്ളൊരു നടനാണ്. പിന്നെ ജഗദീഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു മണ്ടൻ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതിനെ പ്രേക്ഷകന് എങ്ങനെ എത്തിക്കണം എന്നതിൻ്റെ മർമ്മം അറിയാം. ചുമ്മാ ഒരാളെ എല്ലാവർക്കും അങ്ങനെ ഒരു ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ അറിയണം. കാര്യം അങ്ങനത്തെ ഒരു സ്വഭാവം അല്ല ജഗദീഷിൻ്റേത്. പക്ഷേ സഭ്യനായ ഒരു മനുഷ്യൻ ഇങ്ങനൊരു ക്യാരക്ടർ കൊണ്ടുവരണമെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്ത് നൈമിഷികമായിട്ട് അതിനെ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഈ ഓൺ ദ സ്പോട്ടിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളായി മാറാൻ ജഗദീഷിന് കഴിയുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഷൂട്ടിങ്ങിനിടെ തന്നെ ജഗദീഷിൻ്റെ പല മാനറിസങ്ങളും ആ സ്പീഡിലുള്ള നടന്നു വരവും ഒക്കെ കാണുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. കാര്യം അതൊക്കെ ഒരു നടൻ്റെ പ്ലസ് പോയിൻറ്റുകളാണ്. ഇപ്പം നമ്മളിപ്പോൾ അത് മിമിക്രിക്കാർ പലപ്പോഴും എടുത്ത് കാക്കത്തൂറി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ജഗദീഷിനെ സംബന്ധിച്ച് അത് ജഗദീഷിൻ്റെ മാസ്റ്റർ പീസാണ്. അങ്ങനെ മാസ്റ്റർ പീസ് കഥാപാത്രം. പിന്നെ ജഗദീഷിന് അന്ന് വളരാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത്, അന്ന് മലയാള സിനിമയിൽ 2 ട്രാക്ക് ഉണ്ടായിരുന്നു. നായകന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ നായകന്മാരുടെ ഒരു ട്രാക്ക്. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹീറോസ്, ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ്, ഇങ്ങനെയൊക്കെയുള്ള നടന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവർ വേറെ ട്രാക്കാണ്. ഈ സെക്കൻഡ് ട്രാക്കിൽ ഈ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ട്രാക്കിലൊരു പ്രധാന പയ്യനായിരുന്നു ജഗദീഷ്. അപ്പോൾ ഞാൻ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമ ഓർഗനൈസ് ചെയ്യുന്ന സമയം, മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമ ഓർഗനൈസ് ചെയ്യുന്ന സമയമാണ്. അന്ന് അത് സംവിധാനം ചെയ്ത് സിബി മലയിലാണ്. അന്ന് ജഗദീഷിന് വാസ്തവത്തിൽ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. ജഗദീഷിൻ്റെ പേര് നടനാകണമെന്നുള്ള, ഇതിൽ ഒരു ആർട്ടിസ്റ്റ് ആക്കണമെന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. കാര്യം അങ്ങനെ കൊടുക്കാൻ കാര്യം ജഗദീഷ് നമ്മളെ പഴയകാല സുഹൃത്തായതുകൊണ്ടോ തന്നെയാണ്. പക്ഷേ ഫൈനൽ ലിസ്റ്റ് സംവിധായകൻ അംഗീകരിച്ചപ്പോൾ അതിൽ ജഗദീഷില്ല. അപ്പോൾ അത് ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ടാക്കി. നമ്മൾ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളിലും ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ജഗദീഷ്. എൻ്റെ മകളുടെയും മകൻ്റെയും കല്യാണത്തിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ജഗദീഷിൻ്റെ വീട്ടിലൊരു മകളുടെ കല്യാണം, മകളുടെ കല്യാണമൊക്കെ വന്നപ്പോൾ ഞങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജഗദീഷ് വിളിക്കുന്ന എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ പോകും. ഞങ്ങൾ വിളിക്കുന്ന എല്ലാ ഫംഗ്ഷനും ജഗദീഷ് വരും. പക്ഷെ അങ്ങനെയുള്ളൊരു ജഗദീഷിന്
അതിൽ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഥാകൃത്തായ ഭാസ്കരചന്ദ്രനും അതിൻ്റെ ഓർഗനൈസറായി നടന്ന എനിക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ സംവിധായകൻ തൻ്റെ ഇതിൽ നിന്ന് മാറാൻ തയ്യാറല്ല, ഞങ്ങൾ പറഞ്ഞിരുന്ന ക്യാരക്ടർ കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഞങ്ങൾ മോഹൻലാലിനെ ശ്രദ്ധപ്പെടുത്തി. ഇപ്പം ലാലൊരു നടനാണ്, ഒരു സംവിധായകൻ ഒരു ക്യാരക്ടർ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതാണ് ലാലിൻ്റെ രീതി. ഒരു സംവിധായകൻ്റെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ലാൽ പിന്നെ അതിൽ ഇടപെടാറില്ല. അപ്പോൾ അത് രമ്യമായി പരിഗണിക്കും. നമ്മൾ ആൻ്റണി പെരുമ്പാവൂർ എൻ്റെ അടുത്ത് പറഞ്ഞു. സോ അതൊന്നും ഞാൻ പിന്നെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ജഗദീഷ് ആ സിനിമ വേണം, അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഞാൻ കഥാകൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ജഗദീഷിനാണെങ്കിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ്. അതിലൊരു കഥാപാത്രം ചെയ്യണമെന്ന് ജഗദീഷിനൊരു ആഗ്രഹം. അത് എന്നോട് തുറന്ന് പറഞ്ഞു. എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്നുള്ള രീതിയിൽ എന്നോട് തുറന്ന് പറഞ്ഞു. ഞാൻ മറ്റാരോടും പറഞ്ഞില്ലേ കാര്യം. ഇപ്പോൾ ഇതിലാണിത് വെളിപ്പെടുത്തണത്. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നൊരു സിനിമയിൽ അതങ്ങനെ നടക്കാതെ പോകുമ്പോൾ അതൊരു മാനസികമായൊരു വിഷമമല്ലേ. ഞാൻ കഥാകൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ജഗദീഷിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ഡയറക്ടർ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഡയറക്ടർ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൽ വേറെ ആളിനെ കാസ്റ്റ് ചെയ്തു. സംവിധായകൻ റോള് കൊടുക്കുന്നില്ല. ആ റോൾ വേറെ ആളിനെ ആയിപ്പോയി. പിന്നെ നോക്കാലും ഒന്നും ഇടപെടില്ല. പിന്നെ ലാലിൽ ആരും ഇടപെടില്ല. കാര്യം ലാലിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ലാൽ പിന്നെ ഒരു പ്രോജക്റ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൽ ഇടപെടില്ല. ഞങ്ങൾ എന്തുണ്ട് കഥാകൃത്ത് ഞാൻ കൂടെ ആലോചിച്ചു, ജഗദീഷിന് നമുക്ക് എന്തായാലും ഈ സിനിമയിൽ വേണം, അത് ഞങ്ങളൊരു ആവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റ് നോക്കാൻ തുടങ്ങി. നോക്കി വന്നപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിന് ഒന്ന് ഡെവലപ്പ് ചെയ്താലോ എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ആ കഥാകൃത്തിനും കൂടെ താല്പര്യമാണ്. കാര്യം ഞങ്ങളെ രണ്ടുപേരുടെയും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കഥാകൃത്ത് പറഞ്ഞു, നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഡെവലപ്പ് ചെയ്യാലും അത് സംവിധായകൻ ഉൾക്കൊള്ളുമോ എന്നുള്ളത് വേറൊരു ലൈൻ. ഓരോ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സിനിമയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. ജഗദീഷ് പോലും അറിയുന്നില്ല. ജഗദീഷിന് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ, ജഗദീഷ് ആ സിനിമ വേണമെന്ന് മസ്റ്റായിട്ട് വേണമെന്നുള്ള ഞങ്ങൾ ആവശ്യമാണ്, ഞങ്ങൾ ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഇരുന്ന് ആലോചിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു ക്യാരക്ടറുണ്ട്, ആ തറവാട്ടിൽ ഇങ്ങനെ തിന്ന് മുടിച്ച് കിടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, നല്ല കോമഡിയൊക്കെ കയറ്റി നമുക്ക് ഒരു 5-8 സീനിൽ കയറ്റാം. എനിക്ക് ഞാനിവിടെ തന്നെ ജഗദീഷിനെ വിളിച്ച് പറഞ്ഞു, ജഗദീഷ് ഇങ്ങനെയാണ് സംഭവം, അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ കഥാപാത്രത്തിനെ ഡെവലപ്പ് ചെയ്ത് സംവിധായകനെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ ജഗദീഷിന് നല്ല വേഷം കൊടുത്തു. പക്ഷേ ആ കഥാപാത്രം ചെയ്തു വന്നപ്പോൾ അത് പിന്നെ അങ്ങ് കൂടുകയായിരുന്നു, ബിൽഡപ്പ് ആവുകയായിരുന്നു. ആ കഥാപാത്രം പിന്നെ ബിൽഡപ്പായി ജഗദീഷ് നല്ലൊരു വേഷമായി മാറുകയായിരുന്നു. പിന്നെ ജഗദീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷിന് ഏത് കാര്യം ചെയ്യുന്നതിന് കൂസലില്ലായ്മയാണ് എൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ ജഗദീഷിന് പറയാം. ജഗദീഷ് എല്ലാത്തിലും പാടാറിഞ്ഞില്ലെങ്കിലും പാടും. അവൻ മറ്റ് എന്ത് കാര്യവും ജഗദീഷ് ഒന്നിന് മാറ്റി നിർത്താൻ ജഗദീഷിന് പറ്റില്ല. ജഗദീഷ് എല്ലാത്തിലും അങ്ങനെ വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെയൊക്കെ തിരുവനന്തപുരത്തുള്ള ഒരു ബെൽറ്റിൽ ഒരു കോക്കസിൻ്റെ അകത്ത് ആ കാലത്ത്, ഇന്നങ്ങനെ ഒരു ബെൽറ്റൊന്നും ഇല്ല. പണ്ട് മലയാള സിനിമ ഇവിടെ ഉള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പ്രധാന പയ്യന്മാരിൽ ഒരാളായിരുന്നു ജഗദീഷ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ വലിയ കോളേജ് അധ്യാപകനാണ്, വലിയ പെൻഷനൊക്കെ വാങ്ങിച്ച് ജീവിക്കേണ്ട ആളാണല്ലോ, അത് ഞാൻ ജോലി രാജിവെച്ചിട്ടില്ല, ഞാൻ ലീവിൽ നിൽക്കുകയാണ്, ചിലപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അധ്യാപകനാണോ അതല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്നുള്ളതല്ല. ജഗദീഷിന് ദൈവം തലയിൽ എഴുതിയിരുന്നത് നടനാവാനാണ്. അത് കൽപ്പിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പിതത്തിൻ്റെ മാറ്റാൻ ആർക്കും കഴിയില്ല. ജഗദീഷിന് നടനാവാൻ തലവരയിൽ ദൈവം വരച്ചിട്ടില്ലായിരുന്നെങ്കിൽ ജഗദീഷ് ഒരിക്കലും നടനാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് അനുഭവം കൊണ്ടാണ്. എനിക്ക് നടനാവാൻ തലയിലെടുത്തില്ലാതെ കോടമ്പക്കത്ത് പണ്ട് എങ്ങനെയാണ് കോടമ്പക്കത്ത് ഈ ആളുകളിൽ നിന്ന് അടിഞ്ഞു പോയത്? സിനിമ കണ്ട് സിനിമയോടുള്ള ഭ്രമാത്മകമായ ലോകമാണ്. സിനിമയെന്ന് പറഞ്ഞാൽ ഭ്രമാത്മകമായ ഒരു ലോകമാണ്. ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. പക്ഷേ അവൻ്റെ തലയിലെടുത്ത് ജാതക വര എന്താണ്? അവന് നടനാവാൻ യാതൊരു വരയും ഇല്ല.
പക്ഷേ അവിടെ മോഹങ്ങളിൽ നാളെ ഞാൻ നടനാവും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കിടന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും കുടിലുകളിൽ ചെന്ന് അകപ്പെട്ട് അവിടെ ഒരു പെണ്ണും കെട്ടി നാളെ ഞാൻ നടനാവും എന്ന് പറഞ്ഞ് കിനാവ് കണ്ട് കിടക്കുന്നവരായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. ഈ കിനാവ് കണ്ടിട്ട് കാര്യമില്ല. അവനവനൊരു ദൈവം വരച്ചിട്ടുള്ളൊരു തലവരയുണ്ട്, അതേ ആവൂ, മറ്റൊന്നാവില്ല. മറ്റൊന്നാവാൻ ശ്രമിച്ചാൽ അവൻ അതിലും ഒന്നും ആവില്ല, അവൻ ഇതിലും ഒന്നും ആവില്ല. അത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.